നിങ്ങൾക്കൊന്നും തീരെ വിവരമില്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. അല്ലെങ്കിൽ ഈ പുഴയിലൊക്കെ മണൽ കോരി കളയുകയാണെങ്കിൽ ഇങ്ങനെ വെള്ളം കയറുമോ? അതേണ്ട ആ പെരയൊക്കെ കണ്ട് മണൽ വാരുന്നത് നിരോധിച്ചതുകൊണ്ടല്ല വെള്ളപ്പൊക്കം ഉണ്ടാവുന്നത്. അതിന് മറ്റു പല കാരണങ്ങളാണ് ഉള്ളത്. നമുക്ക് 2018 വെള്ളപ്പൊക്കം നോക്കാം. ഒരു വർഷം കേരളത്തിന് കിട്ടേണ്ട ആനുവൽ റെയിൻഫാൾ എന്ന് പറയുന്നത് 250 സെന്റിമീറ്റർ തൊട്ട് 300 സെന്റിമീറ്റർ വരെയാണ്. എന്നാൽ 2018 മൺസൂണിൽ തന്നെ നമുക്ക് 250 സെന്റിമീറ്റർ മഴ പെയ്തു. പിന്നെ ഒരു പുഴയുടെ സ്വാഭാവിക ഒഴുക്കിനെ തടസ്സപ്പെടുന്ന രീതിയിൽ നമ്മൾ പണിഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും 1924ലും നമ്മളൊരു പ്രളയം കണ്ടിട്ടുണ്ട്, 99 വെള്ളപ്പൊക്കം. അന്നും മാസീവ് ക്ലൗഡ് ബസ്റ്റും നിർത്താതെയുള്ള മഴയും ഒക്കെയാണ് ഇതിന് കാരണമായത്. ഇനി മണൽ വരുന്നതുകൊണ്ടുള്ള കുഴപ്പങ്ങൾ പറയാം. നമ്മുടെ നദിക്ക് ഒരു സ്വാഭാവിക ചരിവുണ്ട്, മുകളിൽ നിന്ന് വെള്ളം താഴെ കടലിലേക്ക് ഒഴുകാനുള്ളത്. പക്ഷെ നമ്മൾ അടിക്കടി മണൽ വാരുകയാണെങ്കിൽ ഈ ചരിവിനെ അത് ബാധിക്കും, നദികൾ നശിച്ചു പോകും. അതോടൊപ്പം കടലിനോട് ചേർന്ന പ്രദേശങ്ങളിൽ ഈ ചരിവിന് എന്തെങ്കിലും സംഭവിച്ചാൽ കടലിലെ ഉപ്പുവെള്ളം നദിയിലേക്ക് നിറയും. അത് നമ്മുടെ കൃഷിയും മറ്റ് ആവശ്യങ്ങളും ഒക്കെ ബുദ്ധിമുട്ടിലാക്കും. ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. ഈ വീഡിയോയുടെ അടിയിലും കുറെ ആൾക്കാർ കുറെ വിവരക്കേട് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.